ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് പേരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേജ്, എൻ്റെ ഈ വന്ദന എന്നുള്ള പേജ് ഫോളോ ചെയ്ത് കൂടിയവർക്കൊക്കെ അറിയാൻ പറ്റും. ഞാനിതിൽ ഫേസ്ബുക്കിൽ നിന്ന് മാസത്തിൽ ഒരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇനാര എന്നുള്ളൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഫേസ്ബുക്ക് സംബന്ധിച്ച പോസ്റ്റുകൾ മാത്രം കാണാനും കഴിയും. എൻ്റെ പേജ് ഫോളോ ചെയ്ത് ജസ്റ്റ് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്താൽ ഇനാര എന്ന ചാനലിലെ ലിങ്ക് കാണാൻ കഴിയും. നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. പക്ഷേ എന്നിട്ടും കുറച്ച് കൂടുതലുള്ള ആൾക്കാർക്കൊന്നും ഈ സ്ക്രീൻഷോട്ട്, ഞാനിടുന്ന സ്ക്രീൻഷോട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡെയിലി മെസ്സേജ് ഒരു മാസങ്ങൾക്ക് മുമ്പേ മെസ്സേജ് അയച്ച് തുടങ്ങുന്നുണ്ട്. സ്ക്രീൻഷോട്ട് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അതൊന്ന് വീഡിയോ ആക്കി ചെയ്ത് തന്നാൽ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ഇടാമെന്ന് വെച്ചത്. അപ്പോൾ ഇന്നത്തെ വിഷയം, ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾ മാസത്തിലൊരു വരുമാനം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ട ആദ്യത്തെ 2 സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ്, ഇത് എൻ്റെ അനുഭവം തന്നെയാണ് പറയുന്നത്. ഞാനൊരു 12 വർഷം മുമ്പേ ഞാൻ തുടങ്ങിയ ഫേസ്ബുക്ക് അക്കൗണ്ട് ആയിരുന്നു ഞാൻ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിയത്. പക്ഷേ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടുന്നതിന് ഒരു 2 ആഴ്ച മുമ്പ് ഈ ഫേസ്ബുക്ക് നമുക്ക് എന്തുകൊണ്ട് എടുക്കും. നമ്മൾ ഈ ഒരു 12 വർഷം മുമ്പ് പോസ്റ്റ് ചെയ്ത ഒരുപാട് പോസ്റ്റുകളുണ്ടാവും, ഷെയർ ചെയ്തതായിക്കോട്ടെ, നമ്മളതായിട്ട് ഇട്ട പോസ്റ്റുകളായിക്കോട്ടെ, അതിനൊക്കെ ഫേസ്ബുക്ക് ഇഷ്യൂ ഉണ്ടെന്ന് കാണിച്ച് നമുക്കിങ്ങനെ നിരന്തരം നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ 12, 10, 8 എത്ര വർഷം മുമ്പാണെങ്കിൽ നിങ്ങൾ അതിൽ ഒരുപാട് പോസ്റ്റുകൾ ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാകാം. ചിലതൊന്നും ഇടാൻ ചാൻസ് ഇല്ല. അങ്ങനെ ഇട്ടവരുണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആ ഒരു പോസ്റ്റുകളൊക്കെ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഈ കണ്ടന്റ് മോണിറ്റൈസർ CM ടൂൾ ഓണായി കിട്ടിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നമുക്ക് എന്താ പറയുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് മാതിരി നമ്മൾക്ക് ഇങ്ങനെ ഇവർ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. അത് ആ പോസ്റ്റ് പ്രശ്നമുണ്ട്, ഈ പോസ്റ്റ് പ്രശ്നമുണ്ട്, അത് ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ 12 വർഷം മുമ്പേ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയി അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര റിസ്ക്, ഭയങ്കര കഷ്ടപ്പാടാണ്. ആ ഒരു പണി മടുപ്പ് വന്നു പോകും. അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പുതിയൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇട്ട പോസ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കുക എന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. എനിക്കുള്ള അനുഭവം, ഈ ഒരു അനുഭവം തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവർക്ക് പറയുന്നുണ്ട്. അവർക്കും ഇത് നിർത്തിപ്പോകാൻ തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഫേസ്ബുക്ക് ഇന്നേ പോസ്റ്റിന് ഇഷ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ആ പോസ്റ്റ് തപ്പി താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നെറ്റ് കണക്ഷനായിട്ട് നിന്ന് പോയാൽ പിന്നെ നമ്മൾ പിന്നെയും തുടങ്ങണം സ്ക്രോൾ ചെയ്ത് താഴോട്ടേക്ക് പോകാം. അതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും കോളോ എന്തെങ്കിലും വരികയാണെങ്കിൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ എല്ലാ പോസ്റ്റും ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അത് നിങ്ങൾ ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാം. ഇനി ഒരു പോസ്റ്റ് ഇടാതെ വെറുതെ ഫേസ്ബുക്ക് അക്കൗണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എടുത്തിട്ട് മറ്റുള്ളവരുടെ പോസ്റ്റ് കാണാൻ നിൽക്കുന്നവരാണെങ്കിൽ അവർക്കൊരു കുഴപ്പമില്ല. അവർക്ക് നോർമലായിട്ട് ഫേസ്ബുക്ക് പ്രൊഫഷണൽ മോഡ് ഓൺ ആക്കാവുന്നതേ ഉള്ളൂ. പിന്നെ പലരും ചിന്തിക്കുന്ന കാര്യമാണ്, ഇതൊക്കെ ഭയങ്കര കഴിവ് വേണ്ട, അപാര കഴിവുള്ളവർക്ക് കിട്ടുന്നതല്ലേ ഈ ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം. അങ്ങനെ ഒന്നുമില്ല. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒറിജിനൽ ഒറിജിനൽ കണ്ടന്റ് എന്നാണ് ഫേസ്ബുക്ക് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ തന്നെ എടുത്ത ഫോട്ടോസ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, അല്ല നമ്മുടേതായിട്ടുള്ള എഴുത്തുകളായിക്കോട്ടെ, അത് മാത്രമേ പോസ്റ്റ് ചെയ്യാവൂ എന്നുണ്ട്. അതാണ് ഒറിജിനൽ കണ്ടന്റ്. അല്ലാതെ മറ്റ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത് യൂട്യൂബോ ഇൻസ്റ്റയെന്നോ കോപ്പി പേസ്റ്റ് ചെയ്ത് ഒന്നും ഇട്ടാൽ CM കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. CM കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ അവരുടെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് പല മാറ്റങ്ങളും വരുത്തിയിട്ട് ഇടാവുന്നതാണ്. അല്ലാതെ ആ കിട്ടുന്നവരെ നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് മാത്രം പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങളെ പറമ്പത്തിലെ ചക്ക, മാങ്ങ, തേങ്ങ ഡെയിലി അതൊക്കെ ഇട്ടാൽ തന്നെ മതി. ഫേസ്ബുക്കിന് നിങ്ങളിടുന്നത് ഒറിജിനൽ കണ്ടന്റ് ആണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം മതി. പിന്നെ ഞാൻ CM കിട്ടിയ ഒരുപാട് പ്രൊഫൈൽ നിരീക്ഷിച്ച് നോക്കിയപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലായത്, ഫേസ്ബുക്ക്
പല ക്രൈറ്റീരിയയും പറയുന്നുണ്ടെങ്കിലും നമ്മുടെ സ്വന്തം ഫോട്ടോസ് നമ്മൾ തന്നെ ഫേസ് കാണിച്ചുള്ള വീഡിയോസൊക്കെ ഇട്ടവർക്ക് പെട്ടെന്ന് തന്നെ CM ടൂൾ ഓണായി കിട്ടുന്നുണ്ട്. ഇപ്പോഴും പലർക്കും അറിയില്ല എന്താ CM എന്ന് വെച്ചാൽ കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ. നമ്മളിടുന്ന കണ്ടൻറ്റിന്, അതായത് ഫോട്ടോസ് ആയിക്കോട്ടെ, റീൽസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിന് ഫേസ്ബുക്ക് നമുക്കൊരു മാസത്തിൽ വരുമാനം തരണമെങ്കിൽ ഈ CM കണ്ടൻറ്റ് മോണിറ്റൈസേഷൻ്റെ ഷോർട്ട് ഫോമാണ് CM എന്ന് വിളിക്കുന്നത്. ഈ CM ടൂൾ ഫേസ്ബുക്ക് ഓണാക്കി തന്നാൽ മാത്രമേ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഫേസ്ബുക്കിൽ തന്നെ വേറെ പല ടൂൾസും ഉണ്ട്. സ്റ്റാർ ടൂൾസ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ടൂൾസ് ഉണ്ട്. അതിൽ നിന്നൊക്കെ ഒരു വരുമാനം കിട്ടും. പക്ഷേ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും വരുമാനം കിട്ടുന്നത് നമ്മുടെ ഈ കണ്ടൻറ്റ് CM ടൂൾ ഓണാക്കി കിട്ടുമ്പോഴാണ്. അപ്പോൾ അത് ഓണാക്കി കിട്ടാൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ പരീക്ഷിച്ചതിൽ വെച്ചിട്ട് സ്വന്തം മുഖം കാണിച്ചിട്ടുള്ള ഫോട്ടോസോ വീഡിയോസോ ഒക്കെ ചെയ്യുന്നവർക്ക് ഫേസ്ബുക്കിനകത്ത് അത് ഒറിജിനലിന് ബോധ്യപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ഓണായി കിട്ടുന്നുണ്ട്. അതിന് ഫേസ്ബുക്ക് പറയുന്ന 10,000 ഫോളോവേഴ്സ് ക്രൈറ്റീരിയ അത് വേണ്ട. 6 ലക്ഷം വാച്ച് ടൈം 6 ലക്ഷം മിനിറ്റ് വാച്ച് ടൈം അത് വേണ്ട. കാരണം ഫേസ്ബുക്ക് പറയുന്നത് നിങ്ങളുടെ കണ്ടൻറ്റ് ഒരു സ്പെഷ്യൽ ആണെങ്കിൽ, ചിലർ ഗാർഡനിങ്ങിന് മാത്രം ഫോക്കസ് ചെയ്തിടും, ചിലർ കോമഡി, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കണ്ടൻറ്റാണ് നിങ്ങൾ, അതിന് ഒരുപാട് ഓഡിയൻസ് നിങ്ങളെ കണ്ടൻറ്റ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ഒരുപാട് എൻഗേജ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 10,000 ഫോളോവേഴ്സൊന്നും വേണ്ടാതെ 1000 ഫോളോവേഴ്സ് തന്നെ ഉണ്ടായാൽ തന്നെ ഫേസ്ബുക്ക് CM ടൂൾ പെട്ടെന്ന് തന്നെ ഓണായി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ 2026 ഫേസ്ബുക്ക് വഴി വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ 10,000 ഫോളോവേഴ്സൊക്കെ വേണമല്ലോ, അത് നമ്മൾക്ക് കൊണ്ട് പറ്റില്ല എന്നൊരു ചിന്താഗതിയിൽ നിങ്ങൾ പിന്മാറരുത്. നിങ്ങളെ കണ്ടൻറ്റ് അത് ചിലപ്പോൾ പറമ്പത്ത് തന്നെയുള്ള നിങ്ങൾ കൃഷി രീതികൾ തന്നെ ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് മാത്രം ഇങ്ങനെ പോസ്റ്റുകളിടുക. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും CM ടൂൾ പെട്ടെന്ന് തന്നെ ഓണായി കിട്ടും. പിന്നെ ചിലർ പറയാം, ഞാൻ എൻ്റെ മുഖം കാണിച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടിട്ടും എനിക്ക് CM ടൂൾ എന്താ ഓണായി കിട്ടാത്തതെന്ന്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് ചിലപ്പോൾ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തത് അല്ലെ മറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എടുത്ത വീഡിയോസൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വളരെ കുറയും. അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം ഒറിജിനൽ കണ്ടൻറ്റ് മാത്രം, ഒറിജിനൽ കണ്ടൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഫോണിലെടുത്ത കണ്ടൻറ്റ് മാത്രം വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ CM ടൂൾ ഓണായി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, ഓണായി കിട്ടും. മറ്റാരും ഇട്ട ഒരു പോസ്റ്റ് നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ ഒരു തരത്തിൽ നിങ്ങൾ ഇടാതിരിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴി മാസത്തിൽ വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു പ്രൊഫഷണൽ മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കണം. അത് എങ്ങനെയാണ് ഓൺ ചെയ്ത് വെക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. പ്രൊഫഷണൽ മോഡ് എങ്ങനെയാണ് ഓൺ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ കാണുന്ന ഹോം പേജ് ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഈ ഹോം പേജിൻ്റെ തൊട്ട് മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ ഗ്രീൻ കളർ കൊണ്ട് റൗണ്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് പേജിലേക്ക് പോകും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പേജ്. ഈ നെക്സ്റ്റ് പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് കാണുന്നില്ലേ, ചിലർക്ക് അത് മുകളിലായിട്ടായിരിക്കും കാണുക. ഈ കവർ ഫോട്ടോയുടെ അവിടെ ചിലർക്ക് ഇങ്ങനെ താഴെയായിട്ട് ഈ 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അടുത്ത പേജിലാണ് ഈ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഇത് ഞാൻ ഓൾറെഡി ഓൺ ചെയ്ത എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇവിടെ ടേൺ ഓഫ് എന്ന് കാണുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ഇവിടെ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ടേൺ ഓൺ എന്നുള്ള ഇടത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അടുത്ത ഓപ്ഷൻ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്ന് വരുന്നത്. ഒരു കാരണവശാലും പിന്നീട് നിങ്ങളിവിടെ ക്ലിക്ക് ചെയ്യുക ഒന്നും ചെയ്യരുത്. ഇതുപോലെ ആയിരിക്കണം ടേൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടത് ഓപ്ഷൻ. പിന്നെ പലർക്കും പറ്റുന്നൊരു അബദ്ധമാണ്, പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നെക്സ്റ്റ് അവിടെ കാണിക്കാം ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്നാണ്. അപ്പോൾ പലരും വിചാരിക്കും അയ്യോ എൻ്റെ പ്രൊഫഷണൽ മോഡ് ഓഫായിട്ടാണോ ഉള്ളത് എന്നൊരു സംശയത്തിൽ പിന്നെ അവിടെ പോയി ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഒരു കാരണവശാൽ നിങ്ങൾ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡ് എന്ന് കണ്ടാൽ അവിടെ പോയി ക്ലിക്ക് ചെയ്യരുത്. കാരണം നിങ്ങൾ ഓൾറെഡി ഓണാക്കി കഴിഞ്ഞത് കൊണ്ടാണ് അവിടെ ടേൺ ഓഫ് എന്ന് പറയുന്നത്. ഇനി പിന്നെയും നിങ്ങൾ അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇട്ട എല്ലാം പോകും, ഒറ്റയടിക്ക് പോകും. പിന്നെ നിങ്ങൾ ഒന്നിൽ നിന്ന് ആദ്യമേ തുടങ്ങേണ്ടി വരും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നുള്ളിടത്ത് നിങ്ങൾ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ഒരു സൈഡിലേക്ക് പോകുകയേ ചെയ്യരുത്. അഥവാ അത് എടുത്തു നോക്കിയിട്ട് കൈ കൊണ്ടായിട്ട് അഥവാ തട്ടിപ്പോയാൽ തന്നെ അത് ടേൺ ഓഫ് ആവും. അതുകൊണ്ട് പിന്നീട് ആ ഒരു സൈഡിലേക്ക് നിങ്ങൾ ആരും പോകരുത്. ടേൺ ഓഫ് എന്ന് കണ്ടാലും നിങ്ങൾ സംശയം, പലർക്കുള്ള സംശയമാണ്. എനിക്ക് തന്നെ ഓരോരുത്തർ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, എൻ്റെ പ്രൊഫഷണൽ മോഡ് ടേൺ ഓഫ് എന്നാണ് കാണിക്കുന്നത്, അപ്പോൾ ഞാനത് ഓൺ ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഒന്നുകൂടി പറയാം, നിങ്ങളത് ഓൺ ആയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഓപ്ഷൻ വരിക ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡാണ്. അത് പിന്നെ നിങ്ങൾ ഒരു കാരണവശാലും കൈകൊണ്ട് പോലും ടച്ച് ചെയ്ത് പോകരുത്. പിന്നെ നിങ്ങളുടെ എല്ലാം അതോടെ പോകും. പിന്നെ നിങ്ങൾ അതുവരെ കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോസ് കംപ്ലീറ്റ് ഒറ്റയടിക്ക് പോകും. നിങ്ങളെ ഫോളോ ചെയ്തത്, നിങ്ങളെ വ്യൂസ്, ഫോളോവേഴ്സ് എല്ലാം പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പേജ് ഫോളോ ചെയ്താൽ അതിൽ ഞാൻ ഇതുപോലെ ഫേസ്ബുക്ക് സംബന്ധിച്ച് സംശയങ്ങൾക്കുള്ള എല്ലാ പോസ്റ്റുകളും ഇട്ടിട്ടുണ്ട്. ഇനാര എന്ന ചാനലിൽ ജോയിൻ ചെയ്താൽ മതി, പോസ്റ്റുകൾ കാണാം. അത് ഈ ഫേസ്ബുക്കിനെ സംബന്ധിച്ച പോസ്റ്റുകൾക്ക് മാത്രമായിട്ടുള്ള ചാനലാണത്. ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് അങ്ങ് കാണാൻ കഴിയും. പിന്നെ വീഡിയോസാണ് ഞാൻ ഇനി എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഇടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഇടാനാണ് എൻ്റെ തീരുമാനം. എൻ്റെ ഈ പേജ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.